വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിന്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണികയെ സമർപ്പിക്കുന്നു. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ഇത് ശ്രീ നാരായണ ഗുരുവിന്റെ മാത്രം ജീവിതകഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്ക് ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോക ദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകർ, മഹത് പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിലേക്ക് എത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ചു ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണ ജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വരൂപം എന്തായിരുന്നു എന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിന്റെ മൂല്യമറിഞ്ഞ് ഗുരുകടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കൂ. ആദ്യലക്കം കോപ്പികൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. പുതിയ തലമുറയ്ക്ക് കൈമാറാനും തലമുറകൾക്കായി സൂക്ഷിച്ചു വെക്കാനും ഒരപൂർവ വായനാനുഭവമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. കോപ്പികൾ ഉറപ്പാക്കാൻ വിളിക്കൂ. 80 78 18 88 58 എന്ന നമ്പറിൽ 600 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 5, ഭാഗം 2. ഗിരിപ്രഭാഷണം. ആത്മീയ ദാരിദ്ര്യത്തിൽ ബോധവാന്മാരായവർ അനുഗ്രഹീതരാണ്. എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നതായിരുന്നു പരമേശ പവിത്ര പുത്രന്റെ കണ്ഠത്തിൽ നിന്നുതിർന്നു വീണ ആദ്യത്തെ വാക്യം. അതുതന്നെ അവരെ ഉണർത്താൻ പോരുന്നതായിരുന്നു. വിനയവും ശാന്തതയുമാണ് ഒരുവനെ ദൈവഭക്തനാക്കി തീർക്കുന്നത്. അവൻ സ്വർഗരാജ്യത്തിൽ എത്തും. അഹങ്കാരിക്കും ദൈവനിഷേധിക്കും ഒരിക്കലും സ്വർഗരാജ്യം പ്രാപ്തമാവില്ല. തന്റെ പാപങ്ങളാൽ തനിക്കുള്ള കുറവുകൾ തിരിച്ചറിഞ്ഞ ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകൂ എന്നും യേശു അവരോട് സൂചിപ്പിച്ചു. ദുഃഖിക്കുന്നവർ അനുഗ്രഹീതരാണ് എന്നതായിരുന്നു ഗിരിപ്രഭാഷണത്തിലെ 2ാം വാക്യം. അവർ ആശ്വസിപ്പിക്കപ്പെടും. ദുഃഖത്തെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാർഗമായിട്ടാണ് യേശു അവതരിപ്പിച്ചത്. പശ്ചാത്താപത്താൽ വേണം ദുഃഖിക്കാൻ, അല്ലാതെ ഭൗതികമായ ഇല്ലായ്മകളുടെ പേരിലാവരുത്. വിനയശാലികൾ അനുഗ്രഹീതരാണ്, എന്തെന്നാൽ അവർ ലോകം കീഴടക്കും എന്നതായിരുന്നു 3ാം വാക്യം. തന്റെ അറിവ് പരിമിതമാണെന്നും താൻ ഇനിയും അറിയാൻ ഏറെയുണ്ടെന്നുമുള്ള തിരിച്ചറിവിനെയാണ് യേശു ഇവിടെ വിനയം എന്നു വാക്കുകൊണ്ട് ഉപദേശിച്ചത്. നീതിക്കു വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് അത് ലഭിക്കും എന്നതാണ് 4ാം വാക്യം. മനസ്സിലെ അഴുക്ക് പശ്ചാത്താപം കൊണ്ട് നീക്കുമ്പോൾ നീതിക്കായി ദാഹമുണ്ടാകും എന്ന പ്രമാണത്തിൽ നിന്നാണ് ഈ വാക്യം പറയപ്പെടുന്നത്. എന്നിൽ അഭയം തേടുന്നവരുടെ വിശപ്പ് ശമിക്കും. എന്നിൽ വിശ്വാസമുള്ളവന് ദാഹമുണ്ടാകില്ല. എന്റെ ഉപദേശം അവരെ നിത്യതൃപ്തരാക്കും. ഭക്ഷണത്തിലൂടെ ശരീരപോഷണവും ഗുരുവാക്യങ്ങൾ ശ്രവിക്കുന്നവർക്ക് ആത്മീയ പോഷണവും ലഭിക്കുമെന്ന വേദ സാരമാണീ വാക്യം. ആത്മീയ പോഷണം നേടിയാൽ പിന്നെ വിശപ്പും ദാഹവുമില്ല. ബല, അതിബല എന്നീ ഗുരുമന്ത്രങ്ങൾ വിശപ്പും ദാഹവും കെടുത്തുന്നതാണെന്ന് ആഗമശാസ്ത്രങ്ങൾ പറയുന്നത് യേശുവിൻ്റെ ഈ വാക്യത്തിലുണ്ട്. കരുണയുള്ളവർ
അനുഗ്രഹീതരാകുന്നു, അവർക്ക് ദൈവകാരുണ്യം ലഭിക്കും എന്നതാണ് 5-ാം വാക്യം. തെറ്റു ചെയ്തവരെ വെറുക്കുകയല്ല, അവരോട് പൊറുക്കുകയാണ് വേണ്ടതെന്ന അർത്ഥത്തിലാണ് ഈ വാക്യം പ്രയോഗിച്ചിരിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണാൻ കഴിയും എന്ന 6-ാം വാക്യത്തിൽ നിഷ്കളങ്കമായ ഹൃദയത്തിൽ ഈശ്വര നന്മകൾ പ്രതിഫലിക്കും എന്ന അർത്ഥമുണ്ട്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നത് 7-ാം വാക്യമാണ്. ക്ഷമയും സഹിഷ്ണുതയും കൊണ്ട് ശത്രുവിനെ പോലും മിത്രമാക്കാം എന്നതാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനം. നീതിക്കു വേണ്ടി പീഡകൾ അനുഭവിക്കുന്നവർ അനുഗ്രഹീതരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നത് 8-ാം വാക്യം. ഈ 8 വാക്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് ജീവിതം ധന്യമാകുമെന്ന് യേശു അവരോടായി പറഞ്ഞു. യേശുവിൻ്റെ സഞ്ചാരങ്ങൾ. 30-ാമത്തെ വയസ്സിൽ യേശു കാൽനടയായി പാലസ്തീൻ മുഴുവൻ സഞ്ചരിച്ചു. എല്ലായിടത്തും പ്രബോധനങ്ങൾ നടത്തി. സ്വർഗത്തിന്റെ രാജാവായ ക്രിസ്തുവാണ് താനെന്ന് ഉദ്ഘോഷിച്ചു. യഹൂദ പ്രമാണികൾ ഇത് കേട്ട് വിളറി പിടിച്ചു. ഏറ്റവും ലളിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം. അഗതികളും പാവപ്പെട്ടവരും നിരക്ഷരരുമായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികൾ. യഹൂദ മതത്തിലെ പൗരോഹിത്യ ആഭാസങ്ങൾക്കെതിരെയാണ് യേശു ശബ്ദിച്ചത്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മതവ്യവസ്ഥയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. പുരോഹിതരെ രൂക്ഷമായി വിമർശിച്ചു. ആ യാത്രയിൽ അദ്ദേഹം കുരുടന് കാഴ്ച നൽകി, ഊമയെ സംസാരിപ്പിച്ചു, രോഗങ്ങൾ ഭേദമാക്കി. ഒരു വലിയ ജനക്കൂട്ടത്തിന് 5 അപ്പം പകുത്തു വിളമ്പി. പൂഴിവെള്ളത്തെ മുന്തിരിച്ചാറാക്കി അത്ഭുതം കാട്ടി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും തന്നെ പിന്തുടരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മഗ്ദല മറിയം എന്ന വേശ്യയെ കല്ലെറിയാൻ വന്നവരോട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നു പറഞ്ഞു. ആരും ആ കൂട്ടത്തിൽ പാപം ചെയ്യാത്തവരായി ഉണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ജനക്കൂട്ടത്തിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷ നേടി അവനിൽ അഭയം പ്രാപിച്ചു. യേശു പാപത്തിൽ പശ്ചാത്തപിക്കുന്നവർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തു. പ്രതികാര ചിന്ത മനുഷ്യനെ പിശാചാക്കി മാറ്റുമെന്നും അതിനാൽ ശത്രുവിനെയും സ്നേഹിക്കുവിൻ എന്നും ഉപദേശിച്ചു. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരുവനോട്, ദൈവം തൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, നിന്റെ സഹോദരന്റെ ഛായ ഏതോ അതാണ് ദൈവത്തിന്റെ ഛായ എന്നു മറുപടി നൽകി. ദേവാലയങ്ങളിൽ മാത്രം ദൈവം ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരോടായി യേശു പറഞ്ഞത്, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും എന്നാണ്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന യേശുവിൻ്റെ ഉപദേശം നിരന്തര ശ്രമത്തിനുള്ള പ്രേരണയാണ് മനുഷ്യരിൽ ഉണ്ടാക്കിയത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ കിട്ടും എന്നതൊക്കെ സമാനമായ വാക്യങ്ങളായിരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അധികാരവർഗത്തിന്റെ അടിമകളെ പോലെ കഴിഞ്ഞിരിക്കുന്ന യഹൂദ ജനതയിൽ പ്രത്യാശയുടെ പുതിയ വെളിച്ചം വീശി അവന്റെ വാക്കുകൾ. അവൻ എത്തുന്നിടത്തെല്ലാം ജനങ്ങൾ തടിച്ചുകൂടി. അവന്റെ വാക്കുകൾ കേട്ടവർ പിന്നെ തിരികെ പോകാതെ അവനെ അടുത്ത സ്ഥലത്തേക്ക് പിന്തുടർന്നു. ഉപകാരം ചെയ്യുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതിയെ അവൻ ചോദ്യം ചെയ്തു. നിങ്ങൾ ഉപകാരം ചെയ്യുന്നവർക്ക് മാത്രം തിരികെ ഉപകാരം ചെയ്യുകയും അവരെ മാത്രം സ്നേഹിക്കുകയും ചെയ്താൽ എന്തു ഫലം? പാപികളും അതുതന്നെയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യം ജനതയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചു. മെലിഞ്ഞുണങ്ങിയ ശരീരമായിരുന്നു യേശുവിൻ്റേത്. ഭക്ഷണം ഭിക്ഷ യാചിച്ചാണ് കഴിച്ചിരുന്നത്. പക്ഷേ യേശുവിൻ്റെ വാക്കിലെ വെളിച്ചം എല്ലാവരെയും ആകർഷിക്കാൻ പോന്നതായിരുന്നു. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.